ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ അനുപ ടീച്ചറാണ് കേട്ടോ. കഴിഞ്ഞതിന് നമ്മൾ പാഠമൊക്കെ പഠിപ്പിച്ച് തീർന്നു. അപ്പോൾ അതിൽ ചെറിയ കുറച്ച് വർക്കുകളുണ്ട്. ഒരുപാട് വർക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രാമർ ഉൾപ്പെടെ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വർക്ക് ഇന്ന് ടീച്ചർ പറഞ്ഞു തരാം, അടുത്ത വീഡിയോയിൽ ബാക്കി ഇട്ടുതരാം കേട്ടോ. ഇതിൽ ആദ്യം കൊടുത്തേക്കുന്ന ഒരു വർക്ക് നമുക്ക് നോക്കാം കേട്ടോ. कहानी के पात्रों की विशेषताएं पहचाने सही मिलान करें. കഹാനിക്ക് പാത്രം എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ വിശേഷതയെ പഹചാനെ, വിശേഷതകൾ തിരിച്ചറിയാം. സഹി മിലാൻ കരെ, എന്നിട്ട് എന്ത് ചെയ്യാം, ശരിയായവ തമ്മിൽ ചേർക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇടതുവശത്ത് കൊടുത്തേക്കുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഈ വലതുവശത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് കോ എന്ന് പറയുന്ന ഒരു യോജ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന് രണ്ടിനെയും കൂടി നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും കേട്ടോ. ഒരു കാരക ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം എന്ന് പറയും. അപ്പോൾ നട്ട്കട്ട് ചട്ട്പട്ട് രണ്ടാളുടെ പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നട്ട്കട്ടിൻ്റെ സ്വഭാവം ഇപ്പുറത്ത് കിടപ്പുണ്ട്, അതുപോലെ തന്നെ ചട്ട്പട്ടിൻ്റെ സ്വഭാവം കിടപ്പുണ്ട്. നമുക്ക് നോക്കിയാലോ. നട്ട്കട്ട് കോ എന്ന് പറഞ്ഞിട്ട് വേണം സെൻറ്റൻസ് എഴുതാം കേട്ടോ. നട്ട്കട്ട് കോ അല്ലെങ്കിൽ झटपट को എന്ന് പറഞ്ഞിട്ട് വേണം അവരുടെ ക്യാരക്ടർ എഴുതാൻ. കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. ആർക്കാണ് കാഗസ് കി നാവ് ബനാന ആത്താ ഹെ? കാഗസ് കി നാവ് വള്ളം, എന്ത് വള്ളം? നമ്മുടെ കടലാസ് കൊണ്ടുള്ള വള്ളം ഉണ്ടാക്കാൻ അറിയാവുന്നത് ആർക്കാണ്? അപ്പോൾ അത് ആർക്കാണ്? നട്ട്കട്ടിനാണോ ജട്ട്പട്ടിനാണോ? നമുക്കറിയാമല്ലേ, കൊച്ചുകുട്ടിയായ നട്ട്കട്ടല്ലേ വെള്ളത്തിൽ ഈ വെള്ളം ഒഴുക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അല്ലേ അതിലേക്ക് ഒഴുക്കി വിട്ടിട്ട് കാല് വഴുതി അവൻ അതിലേക്ക് വീണുപോയി. അപ്പോൾ നട്ട്കട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. ഓക്കെ അല്ലേ മക്കളെ? നദിമേ തൈർന ആത്താ ഹെ. നദിയിൽ നീന്താൻ അറിയാവുന്നത് ആർക്കാണ്? നമുക്കറിയാമല്ലേ, അനിയനെ രക്ഷിക്കാൻ ആരാ എടുത്ത് ചാടിയേ? झटपट को നദിമേ തൈർന ആത്താ ഹെ. ബാഗസെ ആം തോട്ടാ ഹെ. ആരാണ് പൂന്തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ തോട്ടത്തിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചുകൊണ്ട് വരുന്നത് ആരാണ്? നമുക്കറിയാമല്ലേ, പതുക്കെ നടക്കുകയും ചെയ്യും, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അവിടെ നിൽക്കുകയും ചെയ്യുമല്ലേ. ആരാൾ? നമ്മുടെ നട്ട്കട്ടാണ്, അനിയനാണല്ലേ. നട്ട്കട്ട് കോ ബാഗസെ ആം തോട്ടാ ഹെ. അടുത്തത് മാംസെ ശിക്കായത് കർത്താ ഹെ. അമ്മയോട് പരാതി ചെന്ന് പറയണത് ആരാണ്? നമ്മുടെ ജട്ട്പട്ടാണല്ലേ. അമ്മയോട് ചെന്നിട്ട് അനിയനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ കേട്ടോ എന്നൊക്കെ ചെന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? झटपट को മാംസെ ശിക്കായത് കർത്താ ഹെ. ഇനി ബർഗദയ്ക്ക് ജഡേം പകടുക്കർ ചൂല ചുൽത്താ ഹെ. ആരാണ് ഈ വടവൃക്ഷം, അതായത് ആൽമരത്തിൻ്റെ വേര് പിടിച്ചിട്ട് ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുക ആരാണ്? അത് നമ്മുടെ നട്ട്കട്ടാണല്ലേ. ഓക്കെ, നട്ട്കട്ട് കോ ബർഗദയ്ക്ക് ജഡേം പകടുക്കർ ചൂല ചുൽത്താ ഹെ. ചോട്ടേ കാ ഹാത്ത് പകടുക്കർ ദൗഡ്താ ഹെ. ആരാണ് അനിയൻ്റെ കയ്യും പിടിച്ചിട്ട് ഓടുക? ജട്ട്പട്ടാണല്ലേ. झटपट को छोटे का हाथ पकड़कर दौड़ाता है. അപ്പോൾ കൈ പിടിച്ചുകൊണ്ട് ഓടുന്നത് ആരാണ്? നമ്മുടെ ജട്ട്പട്ടാണ്. അപ്പോൾ നട്ട്കട്ടിൻ്റെ ക്യാരക്ടറും ജട്ട്പട്ടിൻ്റെ ക്യാരക്ടറും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അത് ചേർത്ത് എഴുതാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ഈ ഒരു ചെറിയ വർക്ക് കൂടി ഇന്ന് ചെയ്യാം കേട്ടോ. സഹി പ്രസ്താവ് ചുൻകറിലേക്ക്, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ഇതിൽ തെറ്റുകൂടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. दोनों भाई अपने गाँव के स्कूल में पढ़ते हैं. രണ്ട് സഹോദരങ്ങളും തങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ശരിയോ തെറ്റോ? തെറ്റല്ലേ. അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലാത്തത് കൊണ്ടാണല്ലോ ഇവർ അടുത്ത ഗ്രാമത്തിലുള്ള സ്കൂളിലല്ലേ പോയി പഠിക്കുക. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് തെറ്റാണ്. നട്ട്കട്ട് കോ ഗിഡ്ഡി പൈരാന ആത്താ ഹെ. ഗിഡ്ഡി പൈരാന അറിയാവുന്നത് ആർക്കാണ്? നമ്മുടെ നട്ട്കട്ടിനാണല്ലേ. അത് ശരിയായ സെൻറ്റൻസാണ്. അവനല്ലേ ചേട്ടനത് കാണിച്ചു കൊടുക്കുക. നട്ട്കട്ട് ഹമേശ രോത്തെ ഹുയെ സ്കൂൾ ആത്താ ഹെ. നട്ട്കട്ട് എന്ന് കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നതെന്ന്. തെറ്റല്ലേ. അവൻ കരയണ കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ബെഡാ ഭായി 5വീം കക്ഷേമേം പഠിത്താ ഹെ. ശരിയാണ്, മൂത്ത ആൾ 5ലും ഇളയാൾ 3ലും എന്നല്ലേ നമ്മൾ പറഞ്ഞത്. झटपट को स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता है. झटपटिന് സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരുപാട് പ്രാവശ്യം അനിയനെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ശരിയാണല്ലേ. അപ്പോൾ ആദ്യത്തത് തെറ്റാണ്, രണ്ടാമത്തെ ശരിയാണ്, മൂന്നാമത്തെ തെറ്റാണ് കേട്ടോ, നാലാമത്തതും അഞ്ചാമത്തതും ശരിയാണ്. അപ്പോൾ ഈ രണ്ട് വർക്കും മക്കൾക്ക് മനസ്സിലായി എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാനുണ്ട് കേട്ടോ.
അത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഈ വീഡിയോ ടീച്ചർ ചെറുതായിട്ടാട്ടോ ഇടുന്നത്. വീഡിയോ ഇത്തിരി ലെങ്ത് കൂടി പോകുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണം, നമുക്കെല്ലാം പഠിക്കാം കേട്ടോ. ഇത് പാഠവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതായതുകൊണ്ടാണ് ടീച്ചർ ഇത് ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ധന്യവാദം കേട്ടോ. അടുത്തതിന് നമുക്ക് കാണാം. ബൈ.